ഒരു സ്ഥലത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. 3 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. അവസാനത്തെ ദിവസം ട്രെയിനിങ്ങിന് ശേഷം എല്ലാവരും വീടുകളിലേക്ക് തിരികെ പോകുവാനായി ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു. ട്രെയിനിൻ്റെ സമയം താമസിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ എക്സിക്യൂട്ടീവ്സ് എല്ലാം ഈ ട്രെയിനിങ് കഴിഞ്ഞ സമയത്ത് തന്നെ വളരെ വേഗത്തിൽ ഓടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന വഴിയിൽ റോഡിൻ്റെ വശത്തായിട്ട് കാഴ്ചയില്ലാത്ത ഒരു പെൺകുട്ടി ആപ്പിൾ കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു. കുറേ ആപ്പിളുകൾ അവൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം വരുന്ന ആളുകൾക്കെല്ലാം അവൾ വിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഓടിപ്പോകുന്ന എക്സിക്യൂട്ടീവ്സിൽ ആരുടെയോ ഒരാളിൻ്റെ കാൽ തട്ടി ഈ പെൺകുട്ടിയുടെ കച്ചവടത്തിനായിട്ട് വെച്ചിരുന്ന ആപ്പിളുകളെല്ലാം റോഡിലേക്ക് വീണ് ചിതറിത്തെറിച്ചു. എല്ലാവരും ഓടുകയാണ്. ട്രെയിൻ പിടിക്കാൻ വേണ്ടിയുള്ള തിരക്കിൽ എല്ലാവരും ഓടുകയാണ്. പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ ഈ പെൺകുട്ടി വളരെയധികം വിഷമിക്കുകയുണ്ടായി. എങ്ങനെ ഈ ആപ്പിളുകളെല്ലാം തിരിച്ച് ശേഖരിക്കുവാനായിട്ട് കഴിയും? ഒന്നാമത് അവൾക്ക് കണ്ണുകൾക്ക് കാഴ്ചയില്ല. ആ സമയത്ത് ഈ ഓടിപ്പോയിക്കൊണ്ടിരുന്ന എക്സിക്യൂട്ടീവ്സിൽ ഒരാൾ അവിടെ നിൽക്കുകയും ഈ പെൺകുട്ടിയെ സഹായിക്കുകയും ചെയ്തു. ആ ആപ്പിളെല്ലാം പറക്കിയെടുത്ത് തിരിച്ച് ഈ പെൺകുട്ടിയുടെ സ്ഥലത്തേക്ക് തന്നെ, ആ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വെച്ചു കൊടുക്കുവാനായിട്ട് ആ എക്സിക്യൂട്ടീവ് തയ്യാറായി. ഈ പെൺകുട്ടി ആ എക്സിക്യൂട്ടീവിൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചു. അവൾക്ക് കാഴ്ചയില്ല എങ്കിലും അവൾ പിടിച്ചത് ആ മനുഷ്യൻ്റെ കയ്യിലായിരുന്നു. ആ മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ചതിന് ശേഷം ഈ പെൺകുട്ടി ചോദിച്ചു, ആർ യു ജീസസ്? നിങ്ങൾ യേശുവാണോ? നിങ്ങൾ യേശുവാണോ? ഈ ചോദ്യം ആ മനുഷ്യനെ വളരെയധികം ചിന്തിപ്പിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, നോ, ഐ ആം നോട്ട് ജീസസ്, ഞാൻ യേശുവല്ല. എന്നിട്ട് ആ മനുഷ്യൻ തിരിച്ച് ഈ പെൺകുട്ടിയുടെ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്? നിങ്ങൾ യേശു ആണോ എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. ആ സമയത്ത് ഈ പെൺകുട്ടി മറുപടി പറഞ്ഞു, എന്നെ ഈ അവസ്ഥയിൽ സഹായിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. യേശുവിൻ്റെ സ്വഭാവമുള്ളവർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായിട്ട് മാറട്ടെ. ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവം തന്നെ നമ്മളിലും ആയിരിക്കട്ടെ. ഫിലിപ്പിയർ 2:5 പറയുന്നു, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഭാവവും നമ്മുടെ സ്വഭാവവും ഒക്കെ യേശു ക്രിസ്തുവിൻ്റെതായി മാറട്ടെ. അങ്ങനെയാകുമ്പോൾ നമ്മളും യേശുവിനെ പോലെ ആയിത്തീരും. നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ യേശുവിനുണ്ടായിരുന്നതുപോലെ മറ്റുള്ളവരെ കരുതുവാനും അവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും അവരുടെ അവസ്ഥകളിൽ അനുകമ്പ കാണിക്കുവാനും ദയ തോന്നുവാനും മനസ്സലിവ് കാണിക്കുവാനുള്ള നല്ല സ്വഭാവങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല സ്വഭാവങ്ങൾ നമുക്കുണ്ടായി വരട്ടെ. ലോകം അറിയട്ടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും യേശു ക്രിസ്തുവിൻ്റെ ദാസന്മാരാണെന്നും യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്നും ലോകം അറിയട്ടെ. ഗോഡ് ബ്ലെസ് യു.